ഹായ് ഗൈസ്, എവിടെ പോവാ നമ്മൾ? നമ്മള് റിപ്പബ്ലിക് സ്ക്വയറിലോട്ട് പോകും. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ച് പഠിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ് ഇതായപ്പോൾ നമ്മൾ ചേട്ടന്മാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളൊന്ന് റിപ്പബ്ലിക് സ്ക്വയറിൽ പോയി മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പോവാം. എന്റെ വാക്ക് പറയൂ സോനജ്. ഇന്നലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയപ്പോ എല്ലാരും പറഞ്ഞായിരുന്നു നമ്മള് വീട്ടിൽ നിൽക്കണ പോലെ. ഓളെത്തി പറ, നീ എന്തിനാ വെടിയുന്നേ? അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയപ്പോ എല്ലാരും നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ പറഞ്ഞ് നമ്മള് എന്താ നല്ല മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ നിൽക്കുന്ന കോലത്തിലെ വീഡിയോ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുമ്പോ നല്ല രീതിയിൽ എടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആക്ച്വലി ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ പച്ചയായ അർമേനിയൻ ജീവിതം. അതാണ് എന്താണോ നമ്മള് അത് നമ്മൾ കാണിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്തിനാ ഇത്ര മേക്കപ്പ് ആയത്. അപ്പൊ ഞാന് പറയൂ, ബാക്കി പറയൂ. അപ്പോൾ ഞാന് അത് കട്ടി എന്റെ സ്റ്റെപ്പ് ഇറക്കുന്നു. തന്നാരോ തന്നാരോ അതെ, നമ്മള് ഒരുപാട് ആഘോഷിക്കണ്ട, അർമാദിക്കണ്ട. എന്ന് അർമാദിക്കുന്ന പിറ്റേ ദിവസം നമ്മള് കരച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനല്ല, വിഷമം വരുമെന്ന് പറഞ്ഞിട്ട് സൗണ്ട് കിട്ടും. കാലം പോയ യുഗത്തിൽ അത് കുഴപ്പമില്ല, എന്തിനും പറയും. അർമേനിയൻ തെരുവുകളിലൂടെ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുന്ന അർമേനിയൻ തെരുവുകളിലൂടെ അല്ല, ഇത് നമ്മള് ചില ആൾക്കാരുണ്ടാവും വിഷമമൊക്കെ വരുമ്പോ ചിലപ്പോ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ കൂടെ ഉള്ളപ്പോ ലൈക്ക് ആരെങ്കിലും അവരുടെ ഒപ്പം നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ലൈക്ക് ഞാൻ അങ്ങനെ കേട്ടോ, എനിക്ക് വിഷമം വരുമ്പോ ഞാൻ ഒരുപാട് ആൾക്കാരുള്ള ഇടയിൽ കൂടെ ചുമ്മാ നടന്ന് അങ്ങോട്ട് പോകും. ചുമ്മാ അങ്ങോട്ട് നടക്കും. ലൈക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ ഒപ്പം നടക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമായത്. ഓക്കെ, ഒറ്റ മനുഷ്യന്മാരല്ലോ. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന സാധനം അതല്ല പറഞ്ഞേ. നമ്മള് ഇടയ്ക്കൊക്കെ വേണ്ടി ഇവിടുത്തെ വേണ്ട വേണ്ട ഇതാണ് ഈ ബൈക്ക്. അതെങ്ങനെ എങ്ങനെ പരിപാടി ഇങ്ങനെ അങ്ങനെയാ. ആരാണ് ആ പാപ്പൻ? ഇവിടെ നമ്മൾ അർമേനിയയിൽ എവിടെ കൂടെ പോയാലും ഇതേപോലെ ആളൊന്നും അറിയത്തില്ല. പക്ഷെ സ്റ്റുഡന്റ് ആട്ടോ. അവര് പറയാം പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതാണ്. പുള്ളി ഇങ്ങനെ നിൽക്കുന്നേ എന്തോ വലിയ ഗാഢമായി ചിന്തിക്കും. നമ്മള് ശകുന്തളയൊക്കെ ഇല്ലേ, മുള്ളു കൊണ്ടിട്ട് ഇങ്ങനെ പുള്ളിയുടെ മൂക്കുണ്ടോ? പഠിച്ചിട്ട് പറഞ്ഞു പറയാം. ഇല്ലടാ, നീ ഇതിൽ പറ. ലൈക്ക് വായിക്കുന്ന അല്ല, ഞാൻ എന്താ നോക്കിയതാ. ഇയാൾ 80ാമത്തെ ബർത്ത്ഡേക്ക് വെച്ചത്. അതെന്താണെന്നറിയോ? യുക്രൈനിയൻ ബ്രോൺസ് ആണ്. അല്ല, യുക്രൈനിയൻ ഗ്രാനൈറ്റും ബ്രോൺസും. അതാരാണ്?
അർണവ പറ്റും. അയാൾ എന്തോ ഒരു പിയാനോ വായിക്കുന്ന ഒരാളാണ്. അയാളുടെ 80ാമത്തെ വയസ്സിൽ ഉണ്ടാക്കിയതാണ്, 80ാമത്തെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ്. ഇതാണല്ലേ പിയാനോ. ജൂലൈ 4th 2003, അതായത് ഞാൻ ശരിക്കും മുമ്പുള്ളതാണ്. 2003 എന്താ കഴിച്ചത്? ഇവിടുത്തെ ഫേമസ് ഫാമിലിയാണ് മെഗ്രിയൻ ഫാമിലി. അവർ ഡൊണേറ്റ് ചെയ്ത മെഗ്രിയൻ കാർപ്പറ്റാണ്. ഇതിനകത്ത് വെച്ചേക്കുന്ന സ്ട്രക്ചർ ഡ്രാഗണാണ്. അത് കാണാനില്ല, മൊസൈക്കിലാണ് അവർ ചെയ്തേക്കുന്നത്. ഈ അവള് പറയും Tell me about this. നോർത്തേൺ അവന്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ സ്ട്രീറ്റ് ആണ്. 2015 അമേരിക്കൻ ഗവൺമെന്റ് ഇതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട്, ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു സ്ട്രീറ്റ് ഒക്കെ ആയിട്ട് ഒരു യൂറോപ്യൻ വാക്ക് വേ. അതാണ് നോർത്തേൺ അവന്യൂ. അതിൽ ഒപ്പേറ ഹൗസിനെയും റിപ്പബ്ലിക് സ്ക്വയറിനെയും കണക്ട് ചെയ്യുന്ന എൽഡോറാഡോ എഴുതിയിരിക്കണേ. എൽഡോറാഡോ അത് KGF-ലെ ആ ഇതല്ലേ, അതെന്തിനാ ഇവിടെ? വേറെ അമ്മച്ചി ഓർഡർ ചെയ്യണം ബ്രോ. തിന്നേന്റെ ബാക്കി സാധനം ചിക്കൻ പീസ്. മക്ഡൊണാൾഡ്സിന്റെ ഒരു കോഫി. മഴ പെയ്യും. പൈസ വേണ്ടിയാ. എന്താ പറയാ, അവിടെ നിന്ന് തിന്നിട്ട് എന്താ ഇഷ്ടപ്പെടില്ലേ? അപ്പൊ ചെറിയ സാങ്കേതിക തകരാറ് മൂലം ഇന്നത്തെ സ്ക്വയർ വ്ലോഗ്, അതായത് മഴ കാരണം സ്ക്വയർ വീഡിയോയിലുണ്ട്, പക്ഷെ നമുക്ക് ഇറങ്ങി കാണിച്ചു തരാനായിട്ട് പറ്റിയില്ല. കാരണം മഴ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ലായിരുന്നു. സോ വേറൊരു ദിവസം നമ്മളത് കാണിക്കുന്നതായിരിക്കും. അതുവരെ ബൈ ഫ്രം സോണൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തുകൊണ്ട് ഇത്ര ഒരുക്കിയിരിക്കും. ആക്ച്വലി നമ്മള് അർമേനിയയിലും നമ്മള് വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മള് 3 പേരും കൂടിയാണല്ലോ നിൽക്കുന്നത്. അപ്പൊ വാഷ് ചെയ്തപ്പോ തുണി ഉണങ്ങിയിട്ടില്ല ഗൈസ്. അപ്പൊ പാർട്ടി വെയർ മാത്രമേ ഉണങ്ങിയിട്ടുണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടുകൊണ്ട് വന്നത്. പിന്നെ ഈ ഉടുപ്പിട്ടപ്പോ കുറച്ച്